വെൽക്കം ബാക്ക് ടു ഓൾ. എസ്റ്റിമേഷൻ എന്ന പാഠഭാഗത്തിലെ കമ്പ്യൂട്ടേഷൻ ഓഫ് എർത്ത് വർക്ക് എന്ന ഭാഗമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ തന്നെ ഏരിയ കമ്പ്യൂട്ടേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഏരിയ കമ്പ്യൂട്ടേഷന് രണ്ട് മെത്തേഡുകളാണുള്ളത്, ട്രപ്പിസോയിഡൽ മെത്തേഡും സിംപ്സൺസ് മെത്തേഡും. ഓക്കെ, അപ്പം ഇതിൻ്റെയും രണ്ടിൻ്റെയും പ്രത്യേകത എന്താണെന്ന് നോക്കാം. അപ്പം ട്രപ്പിസോയിഡൽ റൂൾ പ്രകാരം ഓർഡിനേറ്റുകൾക്ക് ഇടയിലുള്ള ഭാഗം ഒരു നേർരേഖയായിട്ടാണ് കണക്കാക്കുന്നത്. നോക്കുക, ഈ ഒരു ഫിഗർ നോക്കുക. ഇപ്പം ട്രപ്പിസോയിഡൽ റൂളാണ് പറയാൻ പോകുന്നത്. ഇതാണ് ഓരോ ഓർഡിനേറ്റ്. ഇത് ഫസ്റ്റ് ഓർഡിനേറ്റ്, സെക്കൻഡ്, ഇത് ഫസ്റ്റ് ഓർഡിനേറ്റ്, ഒന്നുകൂടെ പറയാം, ഇത് ഫസ്റ്റ് ഓർഡിനേറ്റ് ആണ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ ഓർഡിനേറ്റ്സ്. അപ്പോൾ ഓർഡിനേറ്റ്സുകൾക്കിടയിലുള്ള ഹൈറ്റാണിത്, എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർഡിനേറ്റുകൾക്ക് ഇടയിലുള്ള ഈ ഭാഗം സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് ട്രപ്പിസോയിഡൽ റൂളാണ്. അതാണ് ട്രപ്പിസോയിഡൽ റൂളിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ട്രപ്പിസോയിഡൽ റൂൾ കാണാൻ വേണ്ടിയിട്ട് ട്രപ്പിസോയിഡൽ റൂൾ പ്രകാരം ഏരിയ കാണാൻ നമുക്ക് എന്ത് ഇക്വേഷൻ ഉണ്ട്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓർഡിനേറ്റ്സ് ഹരണം 2 ഇൻറ്റു ഫസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് 2 ഇൻറ്റു സം ഓഫ് അതർ ഓർഡിനേറ്റ്സ്. ഇതാണ് ഇക്വേഷൻ. അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓർഡിനേറ്റ്സ് ഡി ആണ് കേട്ടോ. അപ്പോൾ d/2 ഇതാണ് ഇതിൻ്റെ ഇടയിലുള്ള അകലം ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ഓർഡിനേറ്റ് ഇതാണ്, ലാസ്റ്റ് ഓർഡിനേറ്റ് ഇതാണ്, പിന്നെ അത് പ്ലസ് 2 ഇൻറ്റു സം ഓഫ് അതർ ഓർഡിനേറ്റ്സ്. അതാണ് ട്രപ്പിസോയിഡൽ റൂളിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിക്കാം. അപ്പം നമുക്ക് പ്രോബ്ലം ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇനി സിംപ്സൺസ് റൂള്. സിംപ്സൺസ് റൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓർഡിനേറ്റുകൾക്ക് ഇടയിലുള്ള ഈ ഭാഗം, ഈ കർവ്ഡ് ഭാഗം പരിഗണിക്കുകയാണെങ്കിൽ അതാണ് സിംപ്സൺസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നേരത്തെ സ്ട്രൈറ്റ് ലൈൻ ഒരു നേർരേഖയായിട്ടാണ് ഓർഡിനേറ്റുകൾക്കിടയിലുള്ള ഭാഗം കണക്കാക്കിയത്. ഇവിടെ ഒരു കർവ്ഡ് ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ മാറും. എന്താ ഇക്വേഷൻ? ഡിസ്റ്റൻസ് ബൈ 3, d/3 ഇൻറ്റു ഫസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് 4 ഇൻറ്റു സം ഓഫ് ഈവൺ ഓർഡിനേറ്റ്സ്. അതിൻ്റെ അർത്ഥം എന്താ? ഇരട്ട സംഖ്യകളുള്ള ഓർഡിനേറ്റ്സിൻ്റെ ഒക്കെ സമ്മ് പ്ലസ് 2 ഇൻറ്റു സം ഓഫ് ഓഡ് ഓർഡിനേറ്റ്സ്. ഇതാണ് സിംപ്സൺസ് റൂളിൻ്റെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ആദ്യത്തെ പ്രോബ്ലം, ഫോളോയിങ് ഓബ്ജക്റ്റ് വർ ടേക്കൺ ഫ്രം ചെയിൻ ലൈൻ to an irregular boundary line at interval of 10 meter. 0, 2.5, 3.5, 5, 4.6, 3.20 meter. Compute the area between the chain line, the irregular boundary line and the end of offset by trapezoidal rule, Simpson's rule. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? നമുക്കൊരു ചെയിൻ സർവേ നടത്തുകയാണ്. അപ്പോൾ ചെയിൻ സർവേയുടെ ബൗണ്ടറികൾക്കിടയിലുള്ള അകലം എന്ന് പറയുന്നത് 10 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? d 10 മീറ്റർ ആണ്. പിന്നെ ഓരോ ഓഫ്സെറ്റ് തന്നിട്ടുണ്ട്. 0 മീറ്ററിൽ 2.5 മീറ്റർ. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡിനേറ്റ്. ഇത് ഫസ്റ്റ് ഓർഡിനേറ്റ്, 0 എന്നത് ഫസ്റ്റ് ഓർഡിനേറ്റ്സ്, സെക്കൻഡ് ഓർഡിനേറ്റ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത് അഥവാ ലാസ്റ്റ് ഓർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ ട്രപ്പിസോയിഡൽ റൂൾ പ്രകാരം എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻസ്? ഡി എന്ന് പറയുന്നത് നമുക്ക് 10 ആണെന്ന് കിട്ടി. d/2 ഇൻറ്റു ഫസ്റ്റ് ഓർഡിനേറ്റ് 0 ആണ്, പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ് 0 ആണ്, പ്ലസ് 2 ഇൻറ്റു സം ഓഫ് അതർ ഓർഡിനേറ്റ്സ്. ബാക്കിയുള്ളൊക്കെ സം ചെയ്ത് 2 കൊണ്ട് ഗുണിക്കുക. ഇതെങ്ങനെയപ്പോൾ ചെയ്യാം? ആദ്യം എന്ത് ചെയ്യുക? 2 ഗുണനം ഈ ഭാഗം ആദ്യം ചെയ്യാം, എന്നിട്ട് 0 കൊണ്ട് കൂടെ കൂട്ടുക, ഇൻറ്റു 10/2 ചെയ്യാം. അപ്പോൾ 188 മീറ്റർ സ്ക്വയർ എന്ന് ഏരിയ കിട്ടും. ഇനി സിംപ്സൺസ് റൂളാണ്. സിംപ്സൺസ് റൂൾ എന്താ പറയുന്നത്? ഇക്വേഷൻ d/3 ഇൻറ്റു ഫസ്റ്റ് ഓർഡിനേറ്റ്സ് പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ്സ്, ഈ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, പ്ലസ് 4 ഇൻറ്റു സം ഓഫ് ഈവൺ ഓർഡിനേറ്റ്സ്. ഈവൺ ഓർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇരട്ട സംഖ്യ അല്ലേ. ഇപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡിനേറ്റ് ആണ്, അത് ഒറ്റ സംഖ്യയാണ് അല്ലേ. രണ്ടാമത്തേത് സെക്കൻഡ് ഓർഡിനേറ്റ് ഇരട്ട സംഖ്യയാണ്. അപ്പോൾ ഇത് സെക്കൻഡ് ഓർഡിനേറ്റ്, ഇത് ഇരട്ടയാണ്, ഇത് ഇരട്ടയാണ്, ഇത് ഇരട്ടയാണ്. ഓക്കെ, അതിൻ്റെയൊക്കെ സം എടുക്കുക, എന്നിട്ട് 4 കൊണ്ട് ഗുണിക്കുക, പ്ലസ് 2 ഇൻറ്റു സം ഓഫ് ഓഡ് ഓർഡിനേറ്റ്, അതായത് ഒറ്റ സംഖ്യയുള്ള ഓർഡിനേറ്റ്സ് കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ 196.6 മീറ്റർ സ്ക്വയർ എന്ന് ഏരിയ കിട്ടും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് ഏരിയയിൽ പറയാനുള്ളത്.
അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.